ബിറ്റ്കോയിനുകളും ലക്ഷക്കണക്കിന് പണവും നൽകിയാൽ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രൂരമായി ഉപദ്രവിക്കാനും കൊലപ്പെടുത്താനും സാധിക്കുമായിരുന്ന ഒരു ലൈവ് സ്ട്രീമിംഗ് സൈറ്റ്. ഡാർക്ക് വെബിലെ ഏറ്റവും പീഡിപ്പിക്കുന്ന റെഡ് റൂമുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആളുകൾ പണം കൊടുത്ത് കാണുന്ന ഈ ക്രൂരത ശരിക്കുമുള്ളതാണോ, അതോ വെറും ഒരു ഇന്റർനെറ്റ് മിത്താണോ? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ഡാർക്ക് വെബ് ലോകത്തിലെ പ്രചാരണമനുസരിച്ച് അനധികൃതമായി തട്ടിയെടുക്കുന്ന മനുഷ്യരെ ഒരടച്ചിട്ട മുറിയിലിട്ട് ലൈവായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. വ്യൂവേഴ്സിന് ചാറ്റ് ബോക്സിലൂടെ ക്രിപ്റ്റോ കറൻസി നൽകി ആ വ്യക്തിയോട് അടുത്തത് എന്ത് ക്രൂരത ചെയ്യണം എന്ന് വോട്ട് ചെയ്യാം എന്നും പ്രചരിക്കപ്പെടുന്നു. പോപ്പ് കൾച്ചറിലൂടെയും പണം തട്ടിപ്പ് നടത്തുന്ന വെബ്സൈറ്റുകളിലൂടെയുമാണ് ഈ വാക്ക് ലോകമെമ്പാടും ഭീതി പടർത്തിയത്. ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഇത്തരം ഒരു ലൈവ് ഇന്ററാക്റ്റീവ് റെഡ് റൂം ഒരു അർബൻ ലെജൻഡ് അഥവാ മിത്താണ്. ടോർ നെറ്റ്വർക്കിന്റെ സ്പീഡ് കുറവ്. ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്ന ടോർ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് പല എൻക്രിപ്ഷൻ ലെയറുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു HD ലൈവ് വീഡിയോ ഹൈ സ്പീഡിൽ തടസ്സമില്ലാതെ സ്ട്രീം ചെയ്യാൻ ഇതിൽ കഴിയില്ല. ഫേക്ക് കൗണ്ട് ഡൗൺ സൈറ്റുകൾ. ഡാർക്ക് വെബിൽ റെഡ് റൂം എന്ന് പറഞ്ഞു വരുന്ന 99% ലിങ്കുകളും ക്രിപ്റ്റോ കറൻസി തട്ടിയെടുക്കാൻ ഹാക്കർമാർ ഉണ്ടാക്കുന്ന വ്യാജ സൈറ്റുകളാണ്. പണം നൽകിയാലുടനെ ഈ സൈറ്റുകൾ കാണാതാകും. എന്നാൽ ലൈവ് സ്ട്രീമിംഗ് മിത്താണെങ്കിലും ഡാർക്ക് വെബിലെ ക്രൂരത പൂർണ്ണമായും പൊള്ളയല്ല. ഓസ്ട്രേലിയനായ പീറ്റർ സ്കള്ളി എന്ന കുപ്രസിദ്ധ കുറ്റവാളിയുടെ സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. ഇയാൾ കുട്ടികളെ പീഡിപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതുമായി റെക്കോർഡ് ചെയ്ത ക്രൂരമായ വീഡിയോകൾ ഡാർക്ക് വെബിലൂടെ വൻ തുകയ്ക്ക് വിറ്റിരുന്നു. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും FBI ചേർന്ന് ഫിലിപ്പീൻസിൽ വെച്ചാണ് ഇയാളെ പിടികൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. അതായത് സ്ട്രീമിംഗ് അല്ലെങ്കിലും റെക്കോർഡ് ചെയ്ത ഡാർക്ക് വീഡിയോ ശൃംഖലകൾ നിലനിന്നിരുന്നു. ചുരുക്കത്തിൽ സിനിമകളിലും കഥകളിലും കാണുന്നത് പോലെ ലൈവ് ഇന്ററാക്റ്റീവ് റെഡ് റൂമുകൾ സാങ്കേതികമായി ഒരു മിത്ത് മാത്രമാണ്. എങ്കിലും സൈബർ ലോകത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടാൻ ആഗോള അന്വേഷണ ഏജൻസികൾ ഇന്നും വലിയ പരിശ്രമത്തിലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.